ഓരോ മലയാളികളും ഒരുപോലെ ആഗ്രഹിച്ച് കൊതിച്ച് കാത്തിരുന്ന ഒരു ന്യൂസാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഷിംജിത മുസ്തഫ പിടിയിലായിരിക്കുകയാണ് ഗൈസ്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമണം ഉണ്ടായി എന്നാരോപിച്ച് ഷിംജിത മുസ്തഫ ഒരു വീഡിയോ പ്രചരിപ്പിക്കുകയായിരുന്നു. അത് നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും അതിനെ തുടർന്ന് അതിൻ്റെ മാനഹാനിയെ ഭയന്നുകൊണ്ട് മനം നൊന്ത് 42 വയസ്സുള്ള കോഴിക്കോടുള്ള ദീപക് എന്ന ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഈ വിഷയവുമായി പോലീസിൻ്റെ നടപടികൾ തുടർന്നുകൊണ്ടിരിക്കെ ഈ വിഷയത്തിൽ ഷിംജിതയ്ക്കെതിരെ ആത്മഹത്യാ പ്രേരണാകുറ്റം ചുമത്തിക്കൊണ്ട് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനു പിന്നാലെ ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. കുറച്ച് ദിവസങ്ങളായി പോലീസിന് പിടികൊടുക്കാതെ ഷിംജിത ഒളിവിലായിരുന്നു. എന്നാൽ ഇപ്പോൾ അവരെ അവരുടെ ഒരു ബന്ധുവീട്ടിൽ നിന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചു എന്നും അവിടെ നിന്നും പോലീസ് പിടികൂടിയെന്നുമാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. കോഴിക്കോട് ഗോവിന്ദപുരത്തെ ഇരുനില വീട്ടിൽ അച്ഛനും അമ്മയും ദീപക്കും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. ഇരുവർക്കും മകൻ ദീപക്കായിരുന്നു എല്ലാം. 42 വയസ്സായെങ്കിലും ഒരു കുഞ്ഞിനെപ്പോലെ തന്നെയായിരുന്നു അമ്മയും അച്ഛനും നോക്കിയിരുന്നത്. നേരത്തെ വിവാഹം കഴിച്ചിരുന്ന ദീപക് വിവാഹമോചനം നേടിയ ശേഷം വലിയ വിഷമത്തിലും മാനസിക ബുദ്ധിമുട്ടിലും ആയിരുന്നു. തിരിച്ചു വന്ന ദീപക് ജോലിയും വീടുമായി കഴിയുകയായിരുന്നു. അവധി ദിവസങ്ങളിൽ കഴിയുന്നതും അച്ഛനും അമ്മയ്ക്കും ഒപ്പമായിരുന്നു ചെലവഴിച്ചിരുന്നത്. കഴിഞ്ഞ 7 വർഷങ്ങളായി ഒരു വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ സെയിൽസ് മാനേജറായി അതുപോലെ നടത്തിയ ഒരു യാത്രയാണ് വിവാദ വീഡിയോക്ക് കാരണമായതും അത് മരണത്തിലേക്ക് എത്തിച്ചതുമെല്ലാം.